കുഞ്ഞിന് ഒരു ചെറിയൊരു ഡയഫ്രമാറ്റിക് ഹിരണ്യയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. സർജൻ ചെറിയൻ സാറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സർജറി കുഞ്ഞിൻ്റെ നടത്തിയത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഡയഫ്രത്തിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ്ലി ഇല്ലായിരുന്നു. അത് കാരണമുള്ള ബുദ്ധിമുട്ടും ആ സമയത്തുണ്ടായിരുന്നു. എൻ്റെ പേര് അരുൺ. ഞങ്ങൾ ഹരിപ്പാട്ടിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ട്വിൻസാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു കുഞ്ഞിന് ഒരു ചെറിയൊരു ഡയഫ്രമാറ്റിക് ഹിരണ്യയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മൾ പല ഹോസ്പിറ്റലിലും പോയി. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരാൾ തന്നെയാണ് ഈ ഹോസ്പിറ്റലിൽ റെഫർ ചെയ്തത്. ഇവിടുത്തെ ഡോണ മാഡത്തിനെയാണ് നമുക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്തത്. മാഡത്തെ വന്ന് കണ്ടപ്പോൾ നല്ല രീതിയിലുള്ള പോസിറ്റീവ് അപ്രോച്ച്മെൻറ്റാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് വേണ്ട ധൈര്യവും കാര്യങ്ങളും മാഡത്തിൻ്റെ ഭാഗത്തു നിന്നാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം ഡോക്ടർ അരുൺ സാറ് അതേപോലെ തന്നെ സർജൻ ചെറിയൻ സാറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സർജറി കുഞ്ഞിൻ്റെ നടത്തിയത്. അപ്പം അതൊരു നല്ല രീതിയിൽ സക്സസ് ആവാൻ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഈ പറഞ്ഞ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട്, അതേപോലെ തന്നെ ഇവിടുത്തെ നേഴ്സുമാർ നല്ല കെയറിങ്ങും കാര്യങ്ങളുമാണ് നമുക്ക് തന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം റിക്കവറായി നാളെ ഡിസ്ചാർജ് ആവുകയാണ്. അപ്പം ഇവിടുത്തെ ഡോക്ടർ ഡോണ മാഡത്തിനോടും ഡോക്ടർ അരുൺ സാറ് അതേപോലെ തന്നെ ചെറിയൻ സാറ്, ഡോക്ടർ അപർണ മാഡം, അതേപോലെ തന്നെ സൂസൻ മാഡം, ഡോക്ടർ അന്നമ്മ മാഡം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഹോസ്പിറ്റലിനോടും നന്ദി പറയുന്നു. ഹലോ, ഞാൻ ഡോക്ടർ ചെറിയൻ ജെറിനുമ്മൻ, കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് സർജൻ, KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ഈ കുഞ്ഞിന് കൺജനിറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് പറയുന്ന കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്. കുഞ്ഞ് ട്വിൻസിൽ ഒരാളാണ്. അതിൽ തന്നെ ഈ ട്വിന്നിങ്ങിൽ തന്നെ MCDA ട്വിന്നിങ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ കണ്ടീഷനുള്ള ട്വിൻസിൽ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ടേം വരെ, അതായത് 37 ആഴ്ച 37-38 ആഴ്ച വരെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് നേരത്തെ അവരുടെ ഡെലിവറി ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ തന്നെ ഈ കുഞ്ഞിന് 34 വീക്സ് ആയപ്പോഴാണ് ഡെലിവറി ചെയ്തിരുന്നത്. 1.8 കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഈ കൺജനിറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് പറയുന്ന കണ്ടീഷനും കുഞ്ഞിനുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം കുഞ്ഞിന് ശ്വാസം എടുക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബ്ലഡ് പ്രഷർ ഒക്കെ മെയിൻറ്റെയിൻ ആവാനായിട്ട് മരുന്നുകളുടെ സഹായം വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ശരിയാകാനായിട്ട് നമ്മളൊരു 3-4 ദിവസം വെയിറ്റ് ചെയ്തു. അങ്ങനെ 4-ാമത്തെ ദിവസമാണ് ഈ കൺജനിറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് പറയുന്ന കണ്ടീഷന് വേണ്ടിയുള്ള സർജറി ചെയ്തത്. സർജറിയുടെ സമയത്ത് നമ്മൾ ജനറലി വയറ് തുറന്നിട്ടാണ് സർജറി ചെയ്യുന്നത്. ഈ കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണയായി നമ്മുടെ നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഇടയ്ക്ക് അതിനെ വേർതിരിച്ച് നിർത്തുന്ന ഡയഫ്രം എന്ന് പറയുന്ന ഒരു മസിലുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിന് അല്ലെങ്കിൽ ഇങ്ങനെ കൺജനിറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ ഉള്ള കുട്ടികൾക്ക് ഈ മസിൽ ഒരു ദ്വാരം ഉണ്ടാവുകയും ആ ദ്വാരം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഡിഫക്റ്റാണ്. ഈ ഡിഫക്റ്റിന് അകത്തൂടെ വയറിനകത്തുള്ള ഓർഗൻസ്, അതായത് കുടൽ, ആമാശയം, സ്പ്ലീൻ എന്ന് പറയുന്ന നമ്മുടെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഒരു ഓർഗനുണ്ട്, സ്പ്ലീന്, അതുപോലെ തന്നെ പാൻക്രിയാസ്, ഈ പറയുന്ന ഓർഗൻസ് എല്ലാം ചെസ്റ്റിനകത്തേക്ക് കയറിപ്പോയി അവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. വയറിനകത്ത് ഒത്തിരി സ്പേസ് അൺഒക്കുപ്പൈഡായിട്ട്, അതായത് അവയവങ്ങളില്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. സർജറിയുടെ സമയത്ത് നമ്മൾ വയറ് തുറന്നിട്ട് ഈ അവയവങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് താഴെ കൊണ്ടുവന്ന് വയറിനകത്ത് വെച്ചതിന് ശേഷം ഡയഫ്രം നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞിന് സർജറിയുടെ സമയത്തുണ്ടായിരുന്ന ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞ് വളരെ ചെറുതായിരുന്നു. എല്ലാ സ്ട്രക്ചേഴ്സും 1.8 കിലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ചെറുതാണ്. അപ്പോൾ ആ സമയത്ത് സ്ട്രക്ചേഴ്സ് എല്ലാം വളരെ ചെറുതായിരുന്നു. അപ്പോൾ അങ്ങനെ അത് എല്ലാം വളരെ ചെറുതായിരുന്നത് കാരണം ചെയ്യാൻ ഒരു ചെറിയ ചലഞ്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡയഫ്രത്തിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ്ലി ഇല്ലായിരുന്നു. അത് കാരണമുള്ള ബുദ്ധിമുട്ടും ആ സമയത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ സർജറിക്ക് ശേഷം കുഞ്ഞ് NICUവിൽ വന്നതിന് ശേഷം കുഞ്ഞിന് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടായിരുന്നു ശ്വസിച്ചുകൊണ്ടിരുന്നത്.
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതെല്ലാം നമുക്ക് നിർത്താനായിട്ട് സാധിച്ചു. ബ്ലഡിൽ ചെറിയ ഇൻഫെക്ഷൻ്റെ എവിഡൻസ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കുറച്ച് ദിവസം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം കുഞ്ഞ് സുഖം പ്രാപിക്കുകയും നമുക്ക് പാലും മറ്റു കാര്യങ്ങളെല്ലാം തുടങ്ങാനായിട്ട് പറ്റി. കുഞ്ഞ് സുഖം പ്രാപിച്ചു.